ഗാന്ധിയുടെ ഇടപെടലുകളെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകൾക്കും പരിഹാരവുമായി ഗാന്ധി നാടകം ഞായറാഴ്ച മാവേലിക്കരയിൽ അരങ്ങേറും. ഗാന്ധി ഭവൻ തിയേറ്റർ ഇന്ത്യയുടെ ബാനറിൽ മീനമ്പലം സന്തോഷാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പ്രദർശനം നടക്കുക. ഗാന്ധിയുടെ ഇടപെടലുകളെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകൾക്കും പരിഹാരവുമായി ഗാന്ധി നാടകം ഞായറാഴ്ച മാവേലിക്കരയിൽ അരങ്ങേറും. ഗാന്ധിജി, മനുഷ്യനും മൃഗവും തമ്മിലുള്ളതിനേക്കാൾ അന്തരം മനുഷ്യനും തമ്മിലുള്ള ഇന്ത്യയിൽ എന്റെ ജനത അനുഭവിക്കുന്ന അവഗണന, പീഡനം അങ്ങേക്കറിയാമോ? കേട്ടിട്ടുണ്ടോ? എന്റെ ഈ ആശ്രമത്തിൽ അതില്ല. അങ്ങ് കക്കൂസ് കഴിയതുകൊണ്ടോ, അങ്ങയുടെ ഭാര്യ കക്കൂസ് കഴിയതുകൊണ്ടോ, അങ്ങ് ദളിതനെ കെട്ടിപ്പിടിച്ചതുകൊണ്ടോ പരിഹരിക്കാനാവുന്നതല്ല ഞങ്ങൾ അനുഭവിക്കുന്ന വിപത്ത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധി ഇന്ത്യയിലെത്തുകയും ഗോഖലെയെ കാണുകയും ചെയ്തതിനു ശേഷം ഗാന്ധി ഇന്ത്യ കണ്ടെത്താനായി തീവണ്ടിയുടെ 3-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നത് മുതൽ ഗാന്ധിയുടെ മരണം വരെയുള്ള സംഭവങ്ങളാണ് നാടകത്തിന്റെ ഇതിവൃത്തം. ഗാന്ധിയെക്കുറിച്ചുള്ള അനവധി തെറ്റിദ്ധാരണകൾക്കും നാടകം ഉത്തരം നൽകുന്നുണ്ടെന്നാണ് രചയിതാവായ ഫ്രാൻസിസ് ടി മാവേലിക്കര പറയുന്നത്. ഗാന്ധി നാളെ ആദ്യമായി മാവേലിക്കര കളിക്കുകയാണ്. ഗാന്ധി ഇതിനോടകം ഇറങ്ങിയതിനു ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവതരിപ്പിച്ചു വരികയാണ്. ആദ്യമായാണ് എൻ്റെ നാടായ മാവേലിക്കരയിൽ ഗാന്ധി എത്തുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധി ഇന്ത്യയിലെത്തുകയും ഗോഖലെയെ കാണുകയും ചെയ്തതിന് ശേഷം ഗാന്ധി ഇന്ത്യ കണ്ടെത്താനായി 3-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര തുടങ്ങുന്നിടത്തുനിന്നാണ് നാടകം ആരംഭിക്കുന്നതും അവിടെ നിന്നും ഗാന്ധിയുടെ മരണം വരെ ആണ് നാടകം കഥ പറഞ്ഞു പോകുന്നത്. ഗാന്ധിയെ പറ്റിയുള്ള സത്യസന്ധമായ അന്വേഷണമാണ് നാടകത്തിലൂടെ നടത്തിയിരിക്കുന്നത്. ഗാന്ധിയെപ്പറ്റി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെ പൂർണ്ണമായി മാറ്റാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. ഉദാഹരണമായി ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് തുടങ്ങിയവരുടെ തൂക്കിക്കൊലയിൽ ഗാന്ധി ഇടപെട്ടിരുന്നില്ല എന്നൊരു പരാതി ഇങ്ങനെ വ്യാപകമായി ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ ഗാന്ധി ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ഇർവിൻ പ്രഭുവിനെ കണ്ടതും ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവിനെയും തൂക്കിലേറ്റരുത് എന്ന് ഇർവിൻ പ്രഭുവിനോട് അപേക്ഷിക്കുന്നതും ഇർവിനും ഗാന്ധിയുമായിട്ടുള്ള തർക്കം, ആ കുട്ടികൾക്ക് വേണ്ടി ഗാന്ധി വാദിക്കുന്നത് ഒക്കെ വളരെ സത്യസന്ധമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ നാടകത്തിലൂടെ. സുഖദേവ്, രാജഗുരു, ഭഗത് സിംഗ് എന്നിവരുടെ തൂക്കിലേറ്റലിൽ ഗാന്ധി ഇടപെട്ടില്ല. ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള ശത്രുത, ഇന്ത്യ വിഭജനം, കസ്തൂർബയ്ക്ക് ഗാന്ധിയിലുണ്ടായിരുന്ന സ്വാധീനം എന്നീ പല തെറ്റിദ്ധാരണകളെയും ദൂരീകരിക്കുവാനുള്ള ശ്രമങ്ങളും നാടകത്തിൽ നടത്തിയിട്ടുണ്ട്. ചരിത്രത്തിൽ അവതരിപ്പിക്കപ്പെടാത്ത ഭഗത് സിംഗ് കല്യാണത്തിൽ നിന്നും ഒളിച്ചോടിയപ്പോൾ ഇരയായ പെൺകുട്ടിയും നാടകത്തിൽ കഥാപാത്രമായി എത്തുന്നുണ്ടെന്നും ഫ്രാൻസിസ് ടി മാവേലിക്കര പറയുന്നു. രചയിതാവിന്റെ നാട്ടിലെ അവതരണം എന്നത് കേളി ഫൈൻ ആർട്സ് സൊസൈറ്റി നടത്തുന്ന ഈ പ്രദർശനത്തിന്റെ പ്രത്യേകതയാണ്. ഗാന്ധി ഭവൻ തിയേറ്റർ ഇന്ത്യയുടെ ബാനറിൽ മീനമ്പലം സന്തോഷാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 6:30 മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പ്രദർശനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര.